കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നല്ല മോഹൻലാൽ സിനിമകളൊന്നും തിയേറ്ററിലേക്ക് വരികയോ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ലൂസിഫറിൻ്റെ റിലീസിന് ശേഷം മോഹൻലാലിനെ ആഘോഷിച്ചൊരു സിനിമ തമിഴിൽ റിലീസ് ചെയ്ത ജയിലർ ആയിരുന്നു. കാമിയോ റോൾ ആയിരുന്നുവെങ്കിലും വലിയ വരവേൽപ്പ് സിനിമക്കും മോഹൻലാലിൻ്റെ മാത്യു എന്ന കഥാപാത്രത്തിനും ലഭിച്ചു. ലൂസിഫറിന് ശേഷം ഏറെ പ്രതികരണം ലഭിച്ച സിനിമ ദൃശ്യം 2 ആയിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് ഇറങ്ങിയ സിനിമയായതുകൊണ്ട് ചിത്രം OTTയിലാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയതിൽ ഒട്ടുമിക്ക സിനിമകളും പരാജയമായിരുന്നു. ഇതിൻ്റെ എല്ലാം കേട് തീർത്തത് 2 ആഴ്ച മുമ്പ് പുറത്തിറങ്ങിയ നേര് സിനിമയാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ എത്തിയ സിനിമ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ്. ഒരുപാട് പരാജയങ്ങൾക്കു ശേഷം തിയേറ്ററിൽ വിജയമായ മോഹൻലാൽ സിനിമ എന്നതുകൊണ്ട് തന്നെ നേര് മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ആളുകൾ പരിഗണിക്കുന്നത്. പക്ഷേ നല്ല തിരക്കഥയും സംവിധായകനും വന്നാൽ മോഹൻലാലിനോളം മൂർച്ചയുള്ള മറ്റൊരു ആയുധവും മലയാള സിനിമയിലില്ലെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്. നേര് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ മലൈക്കോട്ടെ വാലിബൻ വലിയ ഹൈപ്പ് കിട്ടിയ സിനിമയാണ്. പുതിയ വർഷം 1-ാം തീയതി തന്നെ സിനിമയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. മോഹൻലാലാണ് ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. 130 ദിവസങ്ങളിലായി രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ചിത്രീകരണം നടന്നത്. ടീസർ പുറത്തു വന്നതോടെ 63-കാരനായ മോഹൻലാലിൻ്റെ ഫിറ്റ്നസ്സാണ് ചർച്ചയാകുന്നത്. ടീസറിലെ ഒരു ഷോട്ടിൽ തൻ്റെ ബൈസെപ്സ് മോഹൻലാൽ വിടർത്തി കാണിക്കുന്നുണ്ട്. സിനിമയിൽ ഗുസ്തിക്കാരനായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ മസിലൊക്കെ ഫേക്കും എഡിറ്റഡുമാണെന്നും ജിമ്മിൽ മോഹൻലാൽ പോകുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്നും അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും ഒരു വിഭാഗം താരത്തെ പരിഹസിച്ചിരുന്നു. പുതിയ ടീസറിലെ ബൈസെപ്സ് ഉയർത്തിക്കാണിക്കുന്ന രംഗത്തിലൂടെ മോഹൻലാൽ തൻ്റെ ഹൈറ്റേഴ്സിന് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി കഴിഞ്ഞുവെന്നാണ് ആരാധകരുടെ പക്ഷം. ഈ പ്രായത്തിലും കഥാപാത്രത്തിന് വേണ്ടി മോഹൻലാൽ എടുത്ത പ്രയത്നത്തെയും അഭിനന്ദിച്ച് ആളുകൾ എത്തുന്നുണ്ട്. വാലിബനാൽ തകർക്കപ്പെടാൻ പോകുന്നത് മലയാള ബോക്സ് ഓഫീസ് ആയിരിക്കും. ഈ സബ്ജക്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ദഹിച്ചെന്ന് വരില്ലെന്ന് തോന്നുന്നു. നാടക സ്റ്റൈലുണ്ട്. തല വെട്ടിക്കയറ്റിയതാണെന്ന് പറഞ്ഞു നടന്നവർക്ക് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. എന്തുവാടെ ഇത്? എൻ്റെ പൊന്നോ ജിമ്മൻ, ഒരു രക്ഷയുമില്ല, പൊളിച്ചു ലാലേട്ടാ. പോസ്റ്റർ കണ്ടിട്ട് മസിൽസൊക്കെ ഫേക്കാണ്, എഡിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ചിലർക്കുള്ള മറുപടിയാണ് പുതിയ ടീസർ. എന്നിങ്ങനെയെല്ലാമാണ് ടീസറിന് താഴെ വരുന്ന കമൻറ്റുകൾ.